നല്ല വറ്റ മീൻ കിട്ടിയിട്ടുണ്ടല്ലേ. നമ്മൾ വറ്റക്കറി ഉണ്ടാക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വയ്ക്കാം. മീൻ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കുന്നത് എന്തൊക്കെയാന്ന് നോക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ 5-6 പീസ് വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്. ഈ തേങ്ങ നമ്മൾ ഇത് പിഴിഞ്ഞ് തേങ്ങാപ്പാലെടുക്കണം. മീൻകറി വെക്കാനായിട്ടുള്ള മുളകും മല്ലിയും ഉള്ളിയും കൂടെ വഴറ്റിയെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്നിട്ടുണ്ട്. ഈ പാനിലേക്ക് തന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് പൊടികളിട്ട് മൂപ്പിക്കാം. ഇതൊരു 2-2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ. ഇത്രയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഉള്ളിയെല്ലാം കൂടെ ഇതിൽ കൂടെ യോജിപ്പിച്ച് ചേർക്കാം. മസാല എല്ലാം വറുത്തിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. തേങ്ങയുടെ 2-ാം പാലാണിത്. ഇതിന് കുറച്ച് 2-ാം പാൽ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അരപ്പ് റെഡി ആയിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ, കടുക്, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, ഒരു 3 പച്ചമുളകുണ്ട്. 3 പച്ചമുളക് കീറി ഇടാം. ഇതൊന്ന് മൂക്കണം. ഇത് മൂക്കണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ മൂക്കണം. ഇതെല്ലാം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ചേർക്കാം. ഈ അരപ്പൊന്ന് വഴന്ന് വരണം. എല്ലാം വഴറ്റിയ സാധനങ്ങളാണ്. അതിൽ കുടംപുളി ഇട്ട് കൊടുക്കുക.
മീൻകറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. അരപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തേങ്ങ പാലെടുത്തതാണ്, 2-ാം പാലാണിത്. ഇതിലേക്ക് ചേർക്കാം. ചാറ് കഴുകിയ വെള്ളമാണ്, അതും കൂടെ ഇതിനകത്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം. കറി തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കാം. തിളച്ചൊന്ന് തുറന്ന് നോക്കാം നമുക്ക്. തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. കറി ചട്ടി ഒന്ന് ഇളക്ക്, മീനിനെ തവിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. അതൊന്ന് ചുറ്റിച്ചിട്ട് സ്പൂണും തവിയൊക്കെ പതുക്കെ ഇടാവും, അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഒന്ന് വേവട്ടെ, ഇവിടുന്ന് വേവട്ടെ. മീൻകറി ഒന്ന് തുറന്നു നോക്കാം നമുക്ക്. തവിയിട്ട് ഇളക്കാതെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കണം, ഇപ്പോൾ മീൻ ഉടഞ്ഞു പോകത്തില്ല. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടിൽ ഇച്ചിരി ഒരുപാട് തിളക്കിയത്. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് സൂപ്പർ ടേസ്റ്റ് ആണിത്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ വറ്റക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിലുള്ള കറിയാണ്. തേങ്ങാപ്പാലൊഴിച്ച് കുടംപുളിയൊക്കെ ഇട്ട് വെച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.